നെല്ലിക്ക വെച്ച് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു BGS. അപ്പോൾ നമ്മൾ നെല്ലിക്ക എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഈ സംഭവം. അപ്പം ഇതാണല്ലോ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിൽ കൂടെ അതിൽ കൂടെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു 250 ഗ്രാം നെല്ലിക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഈ മാക്സിമം ശ്രദ്ധിക്കണം, ഈ കറുത്ത പാടൊക്കെ ഉള്ള നെല്ലിക്ക ഒഴിവാക്കാൻ നോക്കണം. പക്ഷെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതിന് ചെറിയ ചെറിയ കറുത്ത പാടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അപ്പൊ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഗ്രേറ്റ് ചെയ്യാൻ പാടാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ എടുത്താലും മതി. പക്ഷെ നല്ലത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പൊ ഇത് മുഴുവൻ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. നെല്ലിക്ക മുഴുവൻ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ത്രെഡ് ഷുഗറാണ്, അതായത് നമ്മുടെ കൽക്കണ്ടം എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇത് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. കൽക്കണ്ടം ഇല്ലെങ്കിലും സാധാ പഞ്ചസാര വേണേലും ഉപയോഗിക്കാം. ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലുള്ളത് നമ്മുടെ കൽക്കണ്ടത്തിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൽക്കണ്ടം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം നമുക്ക്. കൽക്കണ്ടം നമ്മൾ നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സംഭവം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള അടികട്ടിയുള്ള ഒരു പാത്രം, അതൊരു പാനോ കടായിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചീനച്ചട്ടി തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടിയിലുണ്ടല്ലോ വെള്ളമയം ഒട്ടും വരാൻ പാടില്ല, നല്ല തുടച്ച് വൃത്തിയാക്കി വേണം എടുക്കാൻ. മാത്രമല്ല നമ്മളിപ്പോൾ സ്റ്റൗ കത്തിക്കുന്നുമില്ല, സ്റ്റൗ കത്തിക്കാതെ തന്നെയാണ് നമ്മൾ ആദ്യത്തെ പരിപാടികൾ ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇനി ഈ സംഭവം ഉണ്ടല്ലോ നമുക്കൊന്ന് ലെയർ ചെയ്യണം, അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കൽക്കണ്ടം ഉണ്ടല്ലോ ഈ പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മുഴുവനല്ല, കുറേശ്ശെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല മിക്സിക്കകത്ത് തന്നെ ഇട്ട് നമുക്ക് നല്ലതായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അതെ, മറ്റേ പൊടിക്കുന്ന ജാറിൽ നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും സംഭവം. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക, അപ്പോൾ അതും നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ ലെയർ ചെയ്യുക. സ്റ്റൗ ഓൺ ചെയ്യരുത്. അത് തന്നെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സ്റ്റൗ ഓൺ അല്ല, ഓഫ് ആണ്. ഇത് നമ്മൾ ലെയർ എല്ലാം ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് മുമ്പ് തന്നെ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം പാത്രം കഴുകിയ അല്ലെങ്കിൽ നമ്മൾ ആ കടായി കഴുകിയിട്ട് അതിൻ്റെ വെള്ളമായി ഒന്നും പാടില്ല, അല്ലാതെ തന്നെ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഒരു ലെയർ നമ്മുടെ നെല്ലിക്ക ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കൽക്കണ്ടപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതുണ്ടല്ലോ, ഇതിന് നിങ്ങൾക്ക് മറ്റേ പഞ്ചസാര നമ്മൾ പറഞ്ഞായിരുന്നു, പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. കൽക്കണ്ടം കിട്ടിയില്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം, പക്ഷെ ഏറ്റവും നല്ലത് കൽക്കണ്ടം തന്നെയാണ്. കാര്യം ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവം. അതുകൊണ്ടാണ് നമ്മൾ കൽക്കണ്ടം ഉപയോഗിക്കുന്നത്, പഞ്ചസാര ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത് നമുക്കുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് 5 വർഷത്തോളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കൂടുതലും ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നമുക്കിത്. അപ്പൊ വീണ്ടും നമ്മൾ ലെയറിങ് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ ലെയറായിട്ട് നമ്മൾ ഇടുക. അതെ, നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. വീണ്ടും നമ്മൾ നമ്മുടെ പൊടി ലെയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാലൻസ് വന്ന സാധനം കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഇട്ടു. അതെ, ഇതിൻ്റെ ബാക്കിയുള്ള പൊടി കൂടെ നമുക്ക് നന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 200 ഗ്രാമോളം കൽക്കണ്ടം എടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് ഇപ്പം ഏകദേശം ഒരു എന്താ പറയുന്നത് 250 ഗ്രാം നെല്ലിക്കയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ക്വാണ്ടിറ്റി കൂടി എടുക്കുക. നമ്മൾ നമ്മുടെ പൊടി മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കരുത് ഒരു കാരണവശാലും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഗ്രാമ്പുമാണ്, അതൊരു 3-4 പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു മണവും രുചിയും അതിൻ്റെ ഗുണവും എല്ലാം കൂടെ വരും. അതാണ് അതിൻ്റെ ഗ്രാമ്പു ഇട്ടു. അടുത്തത് നമ്മുടെ കുരുമുളക്, അത് 4-5 പീസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടയ്ക്കണം. അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. ഒരു മീഡിയം
ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു കറക്റ്റ് 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ. അപ്പം കൃത്യം 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിന്റെ അത് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതെ, ഈ ശർക്കര അല്ല, നമ്മുടെ കൽക്കണ്ട നന്നായിട്ട് ഉരുകി നല്ല അതിന്റെ ആ ഒരു കറക്റ്റ് എന്താ പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, ആ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ നെല്ലിക്കായ്ക്കകത്തുനിന്ന് ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. ഇപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് തീ ആക്കിയതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇനി അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സംഭവം. അപ്പൊ പഞ്ചസാരയൊക്കെ ചേർക്കുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് നോക്കുക, അത് ഉരുകിയിട്ടുണ്ടോ, അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അടി കട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കര പൊടിയാണ്. ശർക്കര ഒന്നുകിൽ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ ശർക്കര പൊടിയായിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മളത് 4 സ്പൂണാണ് ചേർക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം സാധനം. അപ്പൊ ഈ ശർക്കര പൊടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ച് ചേർത്താലും മതി. വെള്ളമയം വളരെ ശ്രദ്ധിച്ചോണം. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, ഇത് അല്ലാതെ തന്നെ നമ്മൾ ഇതിലുള്ള വെള്ളം തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പഞ്ചസാരയൊക്കെ പാനിയാക്കുമ്പോഴത്തേക്ക് അത് തന്നെ നമ്മൾ പാനിയാക്കുമ്പോൾ വെള്ളം ആകുമല്ലോ ആ തീയിൽ ഇതിൽ. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അത്. അതെ, നമ്മളിത് സ്റ്റോർ ചെയ്യാനായതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. മാത്രമല്ല വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. നമ്മളത് ആദ്യം തന്നെ പറഞ്ഞു, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രായമുള്ളവർക്കൊക്കെ ഒരു ഡെയിലി ഇത് ഒരു സ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വളരെ, അതായത് നമ്മളുടെ എന്താ പറയുക, തലമുടിക്കും പിന്നെ സ്കിന്നിനും കാഴ്ചശക്തിക്കും ഒക്കെ തന്നെ വളരെ ഉപകാരമുള്ള സാധനമാണ് സംഭവം. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ 3-4 വർഷത്തോളം ഒരു കേടുമില്ലാതെ സംഭവം ഇരുന്നോളൂ. ഈ ശർക്കരയൊക്കെ ഉരുകിയതിന്റെ ഒരു നല്ല വാസനയും വരുന്നുണ്ട്, ഫ്ലേവർ. അത് തന്നെ. നമ്മളപ്പോൾ ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല, കളറ് ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നില്ല. ശർക്കരയുടെ ആ ഒരു കളറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു കറുത്ത കളർ തന്നെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഈ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ ഇപ്പോൾ ഒരു ജലാംശം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ വറ്റിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുത്തോളാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതന്നെ, ഒരു കാരണവശാലും കട്ടി കുറവുള്ള പാത്രം എടുക്കരുത്. അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചെന്ന് പറഞ്ഞാൽ അടിക്ക് പിടിച്ചു പോകും. അതുകൊണ്ടാണ് അടി കട്ടിയുള്ള പാത്രം തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അത് ഈ നോൺ സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, ഇതിന്റെ നമ്മൾ ഒന്നെങ്കിൽ മൺ പാത്രങ്ങളോ അല്ലെങ്കിൽ സെറാമിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ചീനച്ചട്ടി ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇരുമ്പ് ചീനച്ചട്ടി ആണെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ കളർ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ സംഭവം കണ്ടോ വറ്റി വരുന്നുണ്ട് സാധനം. അതെ, വെള്ളം വറ്റി വരുന്നുണ്ട്. ഇതിനെല്ലാം നല്ല കളറും പിടിച്ചിട്ടുണ്ട്. അതെ, ശർക്കര ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ കളറിന്റെ വ്യത്യാസം വരുന്നത് സംഭവം. അപ്പൊ ഇതിനകത്ത് ഈ വെള്ളം കൂടെ ഒന്ന് എന്താ പറയുന്ന മാക്സിമം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇത് കണ്ടോ നോക്കിയോ. അതെ, നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഒരു പരുവം. അതെ, നല്ല ചൂടാണ്. നല്ല ചൂടിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു നല്ല തീയിൽ തന്നെ ഇത് വറ്റിച്ചെടുക്കണം, എന്നാലേ അതിന്റെ ഒരു പരുവം കറക്റ്റ്. നിർത്താതെ ഇളക്കി കൊടുക്കുക, അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് നമ്മള് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചെടുത്താണ്. അതെ, പൊടിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതിപ്പോ നമ്മള് പൊടിച്ചെടുത്തതാ ഏലക്കായും ചുക്കും കൂടെ നമുക്കിത് നിർത്താതെ ഇളക്കി കൊടുക്കാം. അപ്പൊ ആ ഒരു ഇപ്പൊ നമുക്ക് തീ ഒരു സ്വല്പം ഒന്ന് മീഡിയമിലേക്ക് ആക്കാവേ. ഇത്രയും നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. അപ്പൊ ഇത് നമ്മൾ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ഒരു ഫ്ലേവർ. അതെ, നമ്മള് ആ ഒരു ഫ്ലേവറിലാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന സംഭവം ഇത് നമ്മുടെ എള്ളാണ്. വെള്ള നിറത്തിലെ എള്ളാണ്. അപ്പൊ ഇത് നമ്മൾ ഇനി ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
എല്ലാം വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വെള്ളം കറുപ്പും എല്ലാം നല്ല കറുത്ത വെള്ളമാണെങ്കിലും ചേർത്താൽ മതി. ഇത് കാണാൻ ഒരു ഭംഗിയും കൂടെ വരും. അതുകൊണ്ടാണ് നമ്മൾ വെള്ള എള്ള യൂസ് ചെയ്യുന്നത്. നമ്മുടെ പരിപാടി ഏകദേശം അല്ല കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കരുത് കേട്ടോ കുറച്ച് നേരത്തേക്ക്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി വന്നിട്ട് വീണ്ടും അതിനകത്തേക്ക് വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്വല്പം പോലെ വെള്ളത്തിന്റെ മയം വരാൻ പാടില്ല. ആ രീതിയിലാണ് നമുക്കിത് ഇങ്ങനെ തന്നെ ഇരുന്ന് നന്നായിട്ട് ആറണം സംഭവം. അപ്പൊ ഇത് നമുക്ക് ആറായിട്ട് ഇതിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ സംഭവം നന്നായിട്ട് തണുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ രുചി ഒന്ന് നോക്കണം. അപ്പൊ ഒരു സ്വല്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒത്തിരി അധികം കഴിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഇതായിട്ട് എടുക്കാവുള്ളൂ. അതായത് കൊച്ചുകുട്ടികൾക്ക് മരുന്ന് പോലെ കഴിക്കാം. അതെ, കൊച്ചുകുട്ടികൾക്ക് ഒരു 1/2 സ്പൂൺ ഡെയിലി കഴിക്കാം. പിന്നെ വലിയ മുതിർന്നവർക്ക് 1 സ്പൂൺ കഴിക്കാം. അതിൽ കൂടുതൽ കഴിക്കരുത്. അതെ, നമ്മളെ 200 ഗ്രാം നമ്മുടെ കൽക്കണ്ടമാണ് നമ്മൾ ചേർത്തത്. പക്ഷെ അപ്പൊ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഭയങ്കര മധുരമായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ട്. പക്ഷെ ആ മധുരവും എല്ലാം നമുക്ക് ബാലൻസ് ആയിട്ട് പുളിയുണ്ട്, ചെറിയ പുളിയുണ്ട്, മധുരമുണ്ട്, ആ ഒരു ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്, ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഉണ്ട്, എല്ലാം കൂടെ നല്ലൊരു. ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്വല്പം നമ്മുടെ സോൾട്ട്, അതായത് നമ്മുടെ നാട്ടിലെന്താ പറയാ എല്ലായിടത്തും മറ്റേ കറുത്ത ഉപ്പ്, ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പ് വേണമെങ്കിലും ചേർക്കാം. അപ്പൊ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും കൊണ്ടൊന്ന് ഇളക്കണം. ഇത് നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താലും അതിന് മുമ്പേ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇനി നമുക്ക് ഒന്നുകൊടുന്നത് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മുടെ പരിപാടി പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവും. അതെ, അതിനുവേണ്ടിയാണ് നമ്മൾ ടേസ്റ്റും വളരെയധികം കൂടും. അപ്പൊ ഈ ഹെൽത്ത് ആരോഗ്യത്തിന് നമ്മുടെ സാധാരണ ഉപ്പ് അത്രയ്ക്ക് നല്ലതല്ലോ, അതിനേക്കാളും നല്ലതാണ് ഈ ബ്ലാക്ക് സോൾട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ചേർത്തത്. അതില്ല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പാണെങ്കിലും ചേർത്ത്. അപ്പൊ ഇത് ഇനി തണുത്ത് കഴിഞ്ഞിട്ട് ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിലോ വെക്കരുത്. കുപ്പി ചില്ല് ഇതിനകത്ത് അല്ലെങ്കിൽ ഭരണിയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, വെളി വെച്ചാലും ഇത് 5 വർഷം വരെ കേടില്ലാതെ ഈ സാധനം ഇരുന്നുള്ളൂ. അപ്പൊ ഇത് ഇപ്പൊ നെല്ലിക്കയുടെ സീസൺ ആണല്ലോ. അപ്പൊ ഇത് നെല്ലിക്ക വാങ്ങിച്ചിട്ട് നമ്മുടെ പാത്രത്തിന് നമുക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ചെയ്തെടുത്തോ നമുക്ക് എല്ലാവർക്കും വളരെയധികം ആരോഗ്യത്തിന് നല്ലൊരു സംഭവമാണ്. അപ്പം ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ ചെയ്തിട്ടുള്ളവര് അവരൊന്ന് അതിന്റെ അഭിപ്രായം പറയുക. ചെയ്ത് അത് കഴിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അതൊക്കെ കൂടെ ഒന്ന് കമന്റ് ചെയ്താലേ അപ്പം ബാക്കി ഇത് ചെയ്ത് നോക്കാത്ത ആൾക്കാർ കൂടി ഒരു പ്രചോദനമായിരിക്കുമല്ലോ അത് ചെയ്ത് നോക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യുക. അതല്ല സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലും മറക്കാതെ ഓൺ ചെയ്ത് വെക്കുക. ആ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കണം. കാര്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതും കൂടെ ചെയ്യുക. അപ്പൊ നമ്മൾ വ്യത്യസ്തമായ പല റെസിപ്പികൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല. എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അതുപോലെ നമ്മൾ അവല് വെച്ചിട്ടൊരു ബിരിയാണി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് കൂടെ നമ്മളുടെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടേക്കാം. അതും കൂടെ ഒന്ന് കണ്ടു നോക്കും. അതും വളരെ വ്യത്യസ്തമായ ഒരു സാധനമാണ്. അപ്പം അടുത്ത വ്യത്യസ്തമായ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.